ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കൺമണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ എൻ്റെ കൺമണി ആരാണെന്നല്ലേ? കൺമണി വേറെ ആരുമല്ല, ദാ ഈ എഴുന്നേറ്റ് നിന്ന് ഞെളിയുന്ന എൻ്റെ കുഞ്ഞു പശുക്കുട്ടിയാണ് എൻ്റെ കൺമണി, എൻ്റെ ചുന്ദരി കുട്ടി. അപ്പോൾ എനിക്കുള്ള ഈ ചുന്ദരി കുട്ടി എനിക്ക് കിട്ടിയതാ ഇത്രയുള്ളപ്പോഴാണ്. ഇവള് വളരെ കുഞ്ഞായിരുന്നു. ഒരു 2 മാസം ഉള്ളപ്പോഴാണ് ഇവളെ എൻ്റെ കൈ കിട്ടിയ. കണ്ടില്ലേ, ഒരു 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 നല്ലൊരു പട്ടിക്കുച്ചിൻ്റെ അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ ഇവക്കുള്ള അമ്മ അകിട് രോഗം ബാധിച്ചതിനെ തുടർന്ന് ഒരു ഫാമുകാരൻ്റെ ആയിരുന്നു ഇവക്കുള്ള അമ്മ. അപ്പോൾ ആ ഫാമുകാരൻ ഇവക്കുള്ള അമ്മയ്ക്ക് വയ്യാണ്ടായപ്പം ആ ഇവക്കുള്ള അമ്മയെ ഒരു ഇറച്ചിക്കാരന് കൊടുത്തു. അപ്പോൾ ഇറച്ചിക്കാരൻ എന്തുകൊണ്ടോ ഇത്രയും പൊടിക്കുട്ടി ആയതുകൊണ്ട് ഇവളെ കൊണ്ടുപോയില്ല. അങ്ങനെ ഫാമുകാരന് വളർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ് അവളെ. അപ്പം ഞാൻ അവളെ വാങ്ങിയിട്ട് ഇപ്പം ഏതാണ്ട് ഇവക്കിപ്പോൾ 1 വയസ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ അവൾക്കുള്ള കോലം കണ്ടില്ലയോ. അപ്പം ഞാൻ ജോലിക്കൊക്കെ പോയ കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇവളെ തേച്ച് കുളിപ്പിക്കാനൊന്നും പറ്റിയില്ല. അപ്പോഴത്തേനും ഇവൾ ദേഹത്തെല്ലാം അഴുക്കെല്ലാം പറ്റിച്ച് ആകെ നാശകോശമായി നിൽക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തറിയാവുന്ന ഫാമിൽ ഉണ്ടായ കുഞ്ഞായതുകൊണ്ട് ഇവക്കുള്ള ഡേറ്റും കാര്യങ്ങളും എല്ലാം എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അപ്പം ഇന്ന് എൻ്റെ മോൾക്ക് 1 വയസ്സായിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവളെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി ഇവക്കൊരു കേക്ക് കട്ടിങ്ങൊക്കെ നടത്താമെന്ന് കരുതി. നമ്മൾ മനുഷ്യർക്കൊക്കെ എന്തോരം ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ 1ാമത്തെ പിറന്നാൾ എനിക്ക് ആഘോഷിക്കണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ പിന്നെ ഇവള് നല്ല സൂപ്പർ വെള്ള കളറാണ് കേട്ടോ. അഴുക്കൊക്കെ പറ്റിച്ച് വെച്ച് ഇവള് ദേഹമെല്ലാം നാശമൊക്കെ വെച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് വെളുത്തൊരു പശുക്കുട്ടിയാണ്. ആ തലയിൽ കാണുന്ന ഒരു ചെറിയ ചുവപ്പ് നിറം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനതിനെ ഇടയ്ക്കിടയ്ക്ക് ഇവളെ കാമധേനു എന്നൊക്കെ വിളിക്കാറുണ്ട്, വെളുത്ത പശുക്കുട്ടി ആയതുകൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെളുത്ത പശുക്കുട്ടിയെ. എന്തോ എൻ്റെ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ടാവണം ഇവളെ എനിക്ക് തന്നെ കിട്ടിയത്. ഇല്ലെങ്കിൽ ഒരുപാട് പേരൊക്കെ ആവശ്യക്കാരായിട്ട് അന്നും ചോദിച്ചതായിരുന്നു. പക്ഷേ എന്തോ എനിക്കിവളെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ഫാമുകാരൻ എനിക്ക് തന്നു. ഇവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഇതുവരെ മൂക്ക് പോലും കുത്താത്തത്. അവളെ നോവിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഉടനെ തന്നെ ഇവിടെ കുരുത്തക്കേട് കാരണം ഇവളെ പിടിച്ച് മൂക്ക് കുത്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 1 വയസ്സാവട്ടെ എന്ന് വിചാരിച്ച്. കാരണം ഇപ്പോഴേ ഭയങ്കര മെടയാണ് കേട്ടോ. പിടി, വലി, ഇടി, കടി, ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ മെയിൻ ഹോബീസ്. കടിയാണ് മുഖ്യം. അപ്പം നമ്മളെ കടിക്കുക എന്നുള്ളതാണ് അവളുടെ ഒരു പ്രത്യേകതര ഹോബി. പിന്നെ ഇടിക്കുക, ചവിട്ടെന്തായാലും എനിക്ക് കിട്ടത്തില്ല. പകരം എൻ്റെ പട്ടിക്കൊച്ചുങ്ങളെല്ലാം ഇവക്കുള്ള ചവിട്ടേറ്റ് വാങ്ങിയാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമമാണ് ഇവക്കുള്ള മെയിൻ. എങ്കിലും ഇവളെ ഇതുവരെ പിടിച്ച് മൂക്ക് കുത്തിയിട്ടില്ല. എന്തായാലും ഇവളെ തേച്ച് കഴുകി ഉരച്ച് വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുമാതിരിയൊക്കെ വൃത്തിയാക്കി എടുത്ത്. പക്ഷെ എന്താ അതറിഞ്ഞൂടെ, എൻ്റെ കൊച്ചിന് വെള്ളമെന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ് കേട്ടോ. വെള്ളം അവക്കുള്ള ദേഹത്ത് ഒഴിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. കണ്ടോ കണ്ടോ, എൻ്റെ കുഞ്ഞിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല സൂപ്പർ വെള്ള കുഞ്ഞാണ് അവള്. അവളെ വെളുപ്പിച്ചെടുത്ത് ഇച്ചിരി കാടിയൊക്കെ കൊടുത്ത് അവളെ അഴിച്ച് തീറ്റാനായിട്ട് കൊണ്ടുപോവുക. ബർത്ത്ഡേ ആയിട്ട് അവളെ പട്ടിണി കിട്ടുന്നു അവള് തന്നെ പറയരുതല്ലോ. എടി ദുഷ്ടത്തി, നീ എന്നെ പിടിച്ച് പട്ടിണി കിട്ടോടിയെന്ന്. പക്ഷെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചാട്ടമാന്ന്. അണ്ണനെ അഴിച്ചുകൊണ്ട് പോന്നേ, അണ്ണനെയും വലിച്ചുകൊണ്ടാ അവള് പോന്നേ. അവള് തീരുമാനിക്കും അവൾ എവിടെ പോയി ഇന്ന് തിന്നണോന്ന്. നമ്മളങ്ങ് കൂടെ ചെന്നാൽ മതി അവളെ കെട്ടണമെങ്കിൽ. അതും അവൾക്ക് നിർബന്ധമൊന്നും ഇല്ല അവളെ കെട്ടണമെന്ന് കേട്ടോ. അവൾക്ക് എങ്ങോട്ടെങ്കിലും അവളെ ഇഷ്ടമുള്ളിടത്തോട്ട് അങ്ങ് വിട്ടാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, കൺമണിയേന്ന് ഞാനൊന്ന് ഉറച്ച് വിളിച്ചാ എവിടെ നിന്നാലും എൻ്റെ പൊന്നുമോള് വിളി കേൾക്കും. ഞാൻ വിളിക്കുന്നിടത്ത് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവളെ എവിടെ വേണമെങ്കിലും അഴിച്ചു വിടാം കേട്ടോ. പിന്നെ ചീനിയിലെന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കേക്ക് കട്ടിങ്, ബർത്ത്ഡേ സെലിബ്രേഷനുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ഈ പലഹാരവും തിന്നാൻ തീറ്റി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കൊതിയാണ് കേട്ടോ. പ്രത്യേകിച്ച് പലഹാരങ്ങളോട് എൻ്റെ കൺമണിക്ക് ഒട്ടും കൊതിയില്ല. കണ്ടു കഴിഞ്ഞ് എന്നെ ഓടിച്ചിട്ടുള്ളൂ കുത്താൻ വരും, അതാ ശീലം. അപ്പം ഞാൻ ഒരു ട്രിപ്പ് അവളുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഓടി ദൂരെ പോയപ്പോൾ എന്തായാലും അവളുടെ കേക്ക് കട്ടിങ് ആണ് നടക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ കൺമണി. കണ്ടോ, കണ്ട പാടെ ഒട്ടും കൊതിയില്ലാത്ത എൻ്റെ കുഞ്ഞ് മേടിച്ച് തിന്ന കണ്ടോ. കൺമണി ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ എൻ്റെ കൺമണിയുടെ കൂടെ തന്നെ കൺമണിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എൻ്റെ ടീക്കു വന്നിട്ടുണ്ടായിരുന്നു. അവനും ഒരു ഇച്ചിരി കൊടുത്തു. പിന്നെ വിക്കി ഉണ്ടായിരുന്നു, പക്ഷെ അവളെ കാണാത്തത് കൊണ്ട് വിക്കിയുടെ വീതവും കൂടെ കൺമണിക്ക് തന്നെ കൊടുക്കുകയാണ്. കണ്ടോ കൺമണിയെ വീട്ടിൽ വിളിക്കും. അപ്പോഴത്തേനും ഓല തിന്നാൻ പോയി. അയ്യോ, എൻ്റെ കൈ ഇപ്പോൾ കടിച്ചു പറിച്ച് എടുത്തേനെയായിരുന്നു പെണ്ണ്. മാറടി, എൻ്റെ കൈ എന്തിനെ കടിച്ചു പറിച്ച്, ഇനി ഇച്ചിരി ഞാനും തിന്ന്.
ഇച്ചിരി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും തന്നു. ഇനി മുട്ടായിയാ ഉള്ളത്. മുട്ടായിക്ക് പിടിക്കുന്ന പിടി കണ്ടോ അവൾക്കങ്ങ് കവറോട് കൂടി കൊടുത്താലും അവളങ്ങ് തിന്നോളും. എന്തായാലും എന്തോ അവിടെ ഒരു ചെറിയൊരു ചാലുള്ളത് കൊണ്ടാ ചാടി എൻ്റെ അടുത്തോട്ട് വരാത്തത്. അതുകൊണ്ടാ ഞാൻ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് വരാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ പിള്ളേരുടെ 2 കേക്കും കൂടെ അവള് പിടിച്ച് പറിച്ച് മേടിച്ച് തിന്നും. അതുകൊണ്ട് ഞാൻ ഒന്ന് സൈഡിലോട്ട് ഒഴിഞ്ഞു മാറിയെന്ന്. എന്തായാലും അവൾക്ക് 2 മിഠായി, ഒരു കേക്ക് ഒക്കെ കൊടുത്ത് അങ്ങനെ എൻ്റെ കൊച്ചിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ കൺമണി. ചക്കര കൺമണിക്ക് ഹാപ്പി ബർത്ത്ഡേ.